പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യരിൽ സൗഭാഗ്യരത്നങ്ങളുടെ സ്വാധീനം എന്ന വിഷയമാണ്. അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ആസ്ട്രോ ജെം കൺസൾട്ടന്റ് ഡോക്ടർ ബാബുരാജ് പാമ്പോൾ. സർ, ഈ പൗരാണിക കാലം മുതൽക്ക് നമ്മൾ രത്നങ്ങൾ ഏത് ലോഹങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഏതൊക്കെ ലോഹങ്ങളിലാണ് നമ്മൾ രത്നങ്ങൾ? ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു ലോഹം പറയാൻ പറ്റില്ല. അതില് 3 തരത്തിലാണ് ലോഹങ്ങളെ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. രസവേദജം, ഭ്രമിജം, ലോഹസങ്കരജം. രസവേദജം എന്ന് പറയുന്നത് മെർക്കുറിയിൽ മാത്രം പിടിക്കുന്നതും ലയിക്കുന്നതുമായ തങ്കം. രണ്ടാമത് ഭ്രമിജം എന്ന് പറയുന്നത്, ഭ്രമം എന്ന് പറയുന്നത് കോപ്പറാണ്. കോപ്പറും തങ്കം കൂടിയിട്ടുള്ള, ഇപ്പോഴത്തെ ഗോൾഡല്ല, പഴയ ശരിക്കും ഒറിജിനൽ ഗോൾഡ് വേറെയാണ്, ശരിക്കുള്ള സ്വർണം. കാരണം 916 എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്, ഒറിജിനൽ ഗോൾഡ് അല്ലാതെ. കാരണം അതിൽ കോപ്പറിൻ്റെ അംശം വളരെ കുറവാണ്. റീസൈക്ലിങ്ങിനും ബിസിനസ്സിനും നല്ലതാണ്. അത് ഒരു മനുഷ്യന് ഉപയോഗിക്കുമ്പോൾ മാക്സിമം അത് ഈട് നിൽക്കില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും പകുതി ഉണ്ടാവില്ല. ലോഹസങ്കരജം, അത് പഞ്ചലോഹങ്ങൾ. അതുപോലെ തന്നെ തമ്പാക്ക്, ഇസ്ലാം മതവിശ്വാസികളൊക്കെ തമ്പാക്ക് എന്ന് പറഞ്ഞൊരു ലോഹമുണ്ട്. കാരണം സ്വർണവും ചെമ്പും ഒരു പ്രത്യേക അനുപാതത്തിൽ കൂടിയിട്ടുള്ള ലോഹം. ഇതിനെല്ലാത്തിനും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലോഹത്തിനും ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ ഒരു സ്വർണത്തിന് സ്മോക്ക് പോലെ ഒരു പ്രത്യേകതരം ഓക്സൈഡ് ഉണ്ട്, ഗോൾഡ് ഓക്സൈഡ്. ഗോൾഡിൻ്റെ ഒപ്പം ചെമ്പ് ചേരുമ്പോൾ ഗോൾഡ് ഓക്സൈഡും കോപ്പർ ഓക്സൈഡും കൂടുമ്പോൾ വേറൊരു ഇത് വരുന്നുണ്ട്. സർ, നമുക്ക് ഇതിലേക്ക് വരാം. ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, നമസ്കാരം. ഞാൻ രാജേശ്വരിയാണ്, വൈക്കത്തുനിന്ന് സംസാരിക്കുന്നു. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ. സർ, എനിക്ക് കുറെ നാളായിട്ട് ഇങ്ങനെ നടുവേദനയുണ്ട്. സാറിന്റെ നേരത്തെ ഒരു പ്രോഗ്രാം കണ്ടപ്പോ അതിനകത്ത് ഇങ്ങനെ അസുഖങ്ങൾക്കൊക്കെ ഇങ്ങനെ ജംസ് മരിക്കണത് നല്ലതെന്ന് കണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാ പറ്റണേ? ബാക്ക് പെയിൻ, അത് ബാക്ക് പെയിൻ ആണോ അതോ കാൽസ്യം ബോഡിയിൽ ഡെപ്പോസിറ്റ് ആണോ? ഡിസ്പ്ലാപ്സ് ആയിട്ടാ. ഡിസ്പ്ലാപ്സ്. ഓക്കെ ഓക്കെ. എല്ല് തേയ്മാനാണോ? കുറെ എല്ല് തേയ്മാനം എന്നല്ല പറഞ്ഞത്, ഡിസ്കിന്റെ പ്രൊലാപ്സ് ആണെന്നാ പറഞ്ഞത്. ഓക്കെ. ഇത് ഈ എല്ല് പല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന കാൽസ്യം എന്ന കണ്ടന്റിന്റെ കുറവും ആധിക്യവും കൊണ്ടാണ്. കുറവ് വന്നാലും പ്രശ്നമാണ്, കൂടുതൽ വന്നാലും പ്രശ്നമാണ്. അതിനെ മുത്തില്ലേ, പേൾ, റിയൽ പേൾ കെട്ടിധരിക്കണം നല്ലതാണ്. ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യും. കാരണം റിയൽ പേള്, ഒറിജിനൽ പേള്, അത് ഹൈദരാബാദ് പേള് കൾച്ചേർഡ് പേളുകളാണ് കൂടുതൽ വരുന്നത്. ഒറിജിനൽ പേള് മിക്കവാറും മിക്കൂറ എന്ന പേളാണ് കിട്ടാറ്. മിക്കൂറ പേൾ എന്ന് പറയും ഒറിജിനൽ ആയിട്ടുണ്ട്. ഹൈദരാബാദ് കൃഷിയാണ്, പേളിന് കൃഷിയുള്ള സ്ഥലമാണ്. നാട്ടില് ജ്വല്ലറീസുകളിൽ ചോദിക്കാം. മിക്കൂറ പേൾ എന്ന് പറഞ്ഞ ഒരു പരിധിവരെ മനസ്സിലാവും. മിക്കൂറ. ഹൈദരാബാദ് പേള് നടന്ന നമ്മളിപ്പോ ഈ കക്കയൊക്കെ വളർത്തുന്ന പോലെ തന്നെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന മുത്തുകളാണ്. അത് അത്രയും ക്വാളിറ്റി പോരാ. ഇതെന്താ ശരീരത്തിനോട് ലയിക്കും ഈ പേള്. ശരീരത്തിലെ കാൽസ്യത്തിന്റെ അംശം വളരെയധികം കൂടും. സ്വർണ്ണായാലും സിൽവർ ആയാലും കുഴപ്പമില്ല. അത് കൂടുതലും ചെറുവിരലിലാണ് കൂടുതൽ ധരിക്കാതെ. മോതിരാണെങ്കിൽ ചെറുവിരല് ലെഫ്റ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് ധരിക്കുമ്പോ എന്താ വെച്ചാൽ നമ്മുടെ ഈ പുളിയുള്ള ഭക്ഷണങ്ങള്, മോര്, അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങളൊക്കെ ഇതിനോട് വർജ്യമാണ്. ഇതിൽ ലയിക്കും അത്. അപ്പൊ ചില ഫുഡ് പോയ്സണായി മാറും അത്. ഫുഡ് പോയ്സണായി മാറും. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ മാറ്റിയിട്ടാലും മതി. ചെറുവിരലിൽ ധരിക്കാൻ നല്ലതാണത്. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. സർ, നമ്മൾ രത്നങ്ങൾ ഏതൊക്കെ ലോഹങ്ങളിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ നേരത്തെ പറഞ്ഞ തമ്പാക്ക് എന്ന് പറഞ്ഞൊരു ലോഹമുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഹക്കിക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോണാണ്. ഹക്കിക്ക് അതുപോലെ അഗ്നിപർവ്വതത്തിന്റെ ലാവയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറെ സ്റ്റോണുകൾ ഈ ഇത് അത്ര കാഠിന്യമുള്ളതാണ്. അതുപോലെ 18 ക്യാരറ്റ് എന്നുള്ള ഇതിൽ വരുന്നത് ഡയമണ്ട് ഒക്കെ കെട്ടിധരിക്കുന്നുണ്ട്. കാരണം 10 അതിന്റെ ഹാർഡ്നെസ് 10 ഡയമണ്ടിന്റെ. ഏറ്റവും ഷാർപ്പ് കൂടിയിട്ടുള്ള ഒരു ഇതാണ് ഡയമണ്ട്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റലിൽ കെട്ടിക്കഴിഞ്ഞാൽ ഡയമണ്ട് ലോസ് ആവും. അപ്പൊ ഈ സ്റ്റോണിന് ഹാർഡ്നെസ് കൂടുന്തോറും
മെറ്റലിനും ഹാർഡ്നെസ് കൂടണം. അപ്പൊ നമ്മൾ സ്റ്റോൺ മേടിച്ചു കൊടുത്തിട്ട് എനിക്കിത് ഗോൾഡിൽ ഒരു 1/2 പവൻ അല്ലെങ്കിൽ 1 പവനിൽ കെട്ടിത്തരും എന്ന് പറയുമ്പോഴേക്കും ഹാർഡ്നെസ് കൂടിയിട്ടുള്ള, ഇപ്പൊ റൂബിയൊക്കെ ഹാർഡ്നെസ് കൂടിയിട്ടുള്ള ഒരു സ്റ്റോൺ ആണെങ്കിൽ ഈ സ്റ്റോൺ ലോസ് ആവാൻ സാധ്യതയുണ്ട്. അവിടെ സപ്പോർട്ടിങ് വളരെ കുറയും. പക്ഷെ ഈ വെള്ളി, രജതം എന്ന് പറയുന്നതും ഭ്രമിജം എന്ന് പറയുന്നതൊക്കെ, ചെമ്പ്, ഇതിലൊക്കെ കെട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കുറേ അധികം, ഇപ്പം 105ഓളം മൂലകങ്ങളാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ മൂലകങ്ങൾ എന്ന് പറയും, അത് ഇംഗ്ലീഷ് അലോപ്പതിയിൽ കെമിക്കൽസ് എന്ന് പറയും. അപ്പോൾ ഈ മൂലകങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ലോഹങ്ങൾ. ഇത് ഈ 3 തരം ലോഹങ്ങളാണ് ഇപ്പോൾ നോർമൽ സൊസൈറ്റി വാല്യൂ ഉള്ളൂ. സൊസൈറ്റി വാല്യൂ എന്ന് പറയില്ലേ, പിരിമ്പിൽ കെട്ടി ധരിക്കാൻ വേണ്ടി തരുന്നില്ല, വളരെ എഫക്റ്റീവാണ്. പക്ഷെ നോ സൊസൈറ്റി വാല്യൂ. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുമ്പ് കൊണ്ടേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സ്റ്റോണിന്റെ വാല്യൂ പോലും ഇല്ലാതെ വന്നു. അതുകൊണ്ട് എല്ലാം ഇപ്പൊ ഗോൾഡിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു. പക്ഷെ അതിന് ശാസ്ത്രീയത കുറെ ഉണ്ട്. തീർച്ചയായിട്ടും. പണ്ടുള്ള സ്ത്രീകള് മൂക്കുത്തിയിടുക, അതുപോലെ ഇസ്ലാമിക് സമുദായത്തിലുള്ള ഒരു ചെവിയില് ഫുള്ളും കമ്മലിടുക, അതുപോലെ എനിക്ക് തോന്നുന്നു ഡയമണ്ടിന്റെ മൂക്കുത്തി, കടുക്കൻ ഒക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ഇത് ഒരു ഫാഷനുമായിട്ട് ബന്ധപ്പെട്ടാണോ അവർ ചെയ്യുന്നത്, അതോ ഇതിലെന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ? അന്നത്തെ കാലത്ത് ഫാഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ ഇപ്പൊ ചാതുർ വർണ്ണം മായാസൃഷ്ടം എന്ന് പറഞ്ഞ പോലെ 4 വർണ്ണങ്ങളും വർണ്ണ വിവേചനങ്ങളും ഉണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ. ഓരോ വ്യക്തികളെ നമുക്കന്ന് ഈ ജാതി വർഗങ്ങളൊന്നും തിരിച്ചിട്ടോ അല്ലെങ്കിൽ OBC അങ്ങനെയൊന്നും നമ്മൾ തിരിച്ചിട്ടില്ല. അപ്പോൾ ഓരോ വ്യക്തികൾക്ക് ഇപ്പം നമുക്ക് ഈ ഗൈഡൻസ് കിട്ടിയിരുന്ന ഇതനുസരിച്ചിട്ട് ഇപ്പൊ അക്യുപഞ്ചർ എന്നുള്ള ചികിത്സാ രീതി വന്നിട്ടില്ലേ, അത് നമ്മൾ ഓരോ മർമ്മസ്ഥാനങ്ങളിൽ ചെറിയ സൂചികൾ ഇറക്കി ഒരു ചാലകം, പ്രകൃതി എന്നുള്ള ചാലകമാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിലേക്ക് വരാം. ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇത് സോഫിയ, വയനാട്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ, നമസ്കാരം, പറയൂ. നമസ്കാരം. പിന്നെ ഇത് എപ്പോഴും പ്രശ്നങ്ങൾ തന്നെ ജീവിതത്തില്. അപ്പൊ അതിനെന്താ ഒരു പരിഹാരം? അയ്യോ, ഇത് പരിഹാരത്തിന്റെ ഒരു പ്രോഗ്രാം അല്ല. അല്ലല്ല, മനസ്സിലായി. കല്ലിന്റെ. ഓക്കെ. കല്ല് എന്താണ് പ്രോബ്ലം ഫീൽ ചെയ്യുന്നത്? പുള്ളിക്കാരെ വെള്ളടിയാണ് എപ്പോഴും. അതാണ് പ്രശ്നം. മദ്യപാനാസക്തി കുറയാനായിട്ടൊരു ഇതുണ്ട്. കാറ്റ്സയും മുത്തും കൂടി കൂട്ടി കെട്ടുമ്പോ ഹാർട്ട് ബീറ്റ് ഒന്നും കൂടി കൂടും. അപ്പൊ ഒരു പരിധി വരെ ഈ പ്രോഗ്രാം കേൾക്കണമെങ്കിൽ അദ്ദേഹം ഇടില്ല. അപ്പോ മദ്യപാനത്തിന് ആൽക്കഹോൾ, ബ്ലഡില് ആൽക്കഹോൾ കണ്ടന്റ് കൂടുന്തോറും നമ്മുടെ ഹാർട്ട് ബീറ്റ്സും കൂടുന്നുണ്ട്. അപ്പൊ നോർമലി മദ്യപിക്കുമ്പോൾ ഈ ഹാർട്ട് ബീറ്റ് ഒന്നും കൂടി കൂടുമ്പോൾ നോർമലൈസ് ചെയ്യും, ഒരു പരിധി വരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ മദ്യപാനം കുറയാനായിട്ടുള്ള സ്റ്റോണുകളൊന്നുമില്ല ഇതുവരെ, അത് അവൈലബിൾ അല്ല. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. കടുക്കനെ കുറിച്ചൊക്കെ അപ്പൊ ഹെർബൽ അക്യുപഞ്ചർ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ നമ്മളറിയാതെ തന്നെ ഒരു അക്യുപഞ്ചർ ചികിത്സ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. കാരണം കാതുകുത്തല്, അതുപോലെ തന്നെ മൂക്കുത്തി, നേരത്തെ പറഞ്ഞ 21ഓളം ചെറിയ ഇയറിങ്ങുകൾ, പ്രായം കൂടുന്നതോറും ഈ റിങ്ങുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തോടറിങ്, ക്രിസ്ത്യൻ സമുദായത്തിൽ വലിയൊരു തോടറിങ് കണ്ടിട്ടില്ല ഇങ്ങനെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50-55 വയസ്സിന് ശേഷം കേൾവിശക്തിക്ക് വളരെയധികം കുറവ് വരാറുണ്ട്. കേൾവിശക്തി. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അകലെയുള്ളത്, കാരണം അന്ന് കൃഷിക്കാരായിരുന്നു, കുറേ ഭൂമി അതുപോലെ മാടുകൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. കൂടുതൽ ഒച്ചയെടുക്കുന്നവരാ, ഒച്ചയെടുക്കുക. അപ്പൊ ഇവരൊക്കെ ഒച്ചയെടുക്കുമ്പോഴും ഈ ENT, ചെവിയും കണ്ണും മൂക്കൊക്കെ കൂടിയിട്ട് ഓവർ സ്ട്രെയിൻ ചെയ്തിട്ട് ഇവരുടെ കേൾവി ശക്തിക്ക് വളരെ കുറവ് വരും. അപ്പൊ നമുക്ക് കേൾക്കാത്ത ഒരു കാര്യം പറയുമ്പോൾ എന്താ ചെയ്യാറ്? കൂടുതൽ നമ്മൾ 2 ചെവി കൊണ്ട് കൂർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുക, കേൾക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇത് നമ്മളെ കൈകള് റിലീസാവും ഓട്ടോമാറ്റിക്, ചെവി 2 ഓട്ടോമാറ്റിക് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അത് ശരിക്കൊരു ട്രീറ്റ്മെന്റ് കൂടി. എന്നാൽ ചെറുപ്പക്കാരധികം ഉപയോഗിക്കാറില്ല, പ്രായം കൂടുന്നവരും ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് നല്ല ശാസ്ത്രീയത ഉണ്ട്. എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ശാസ്ത്രീയ, ഇപ്പൊ നമ്മൾ വളം ഉപയോഗിക്കുന്നത് മണിബന്ധത്തിൽ നമ്മളെ ശരീരത്തിൽ ഇന്ന് പറയുന്ന കൊളസ്ട്രോൾ അടിഞ്ഞ്
ഹാർട്ട് ബീറ്റ്സിനെ ഹാർട്ട് ബീറ്റ്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലാതിരിക്കാനല്ല, അതിന് കൂടുതൽ കൊളസ്ട്രോൾ അടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എവർ ടൈം നമ്മളുടെ ശരീരത്തിൽ ഒരു ഹെർബൽ മസാജ് നടക്കുന്ന വളകളുടെ അതുപോലെ ഇളക്കത്താലി എന്ന് പറഞ്ഞാൽ എപ്പോഴും 64 കോടി നാഡീഞരമ്പുകളുള്ള നമ്മുടെ കഴുത്തിന് എവർ ടൈം ഒരു വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യലാണ് ഇളക്കത്താലി. അപ്പോൾ അന്നത്തെ ആഭരണങ്ങൾക്ക് എല്ലാത്തിനും നല്ല ശാസ്ത്രീയതയുണ്ട്. പക്ഷെ ഇന്ന് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ ഒരു അത്ഭുതം. പക്ഷെ ഇത് അവർ അന്ന് ശാസ്ത്രത്തിന്റെ ഭാഷയില്ലെങ്കിൽ തന്നെ അവർ ചെയ്യുന്ന റൈറ്റ് വേ ആണ്, അതിനും കൂടുതൽ അവർ ധരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ധരിച്ച വ്യക്തികളെ കാണണമെങ്കിൽ മലബാർ ഏരിയയിലോ അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിലോ പോകണം. അത് വെയിറ്റ് ആണ് കൂടുതൽ. ആ വെയിറ്റിനനുസരിച്ച് ചെവി വളരെയധികം മാറും. അതുപോലെ തന്നെ ഈ ഗോത്രവർഗ്ഗക്കാരെ കണ്ടിട്ടില്ലേ, ഗോത്രവർഗ്ഗക്കാരൊക്കെ വലിയ വലിയ ആഭരണങ്ങളാണ്, പക്ഷെ അവരുടെ ശരീരത്തിന് കുറെ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്, എനർജറ്റിക് ആണ്. സാർ, ഇപ്പൊ രത്നം ധരിക്കാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉപദേശം സാറിന് കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും രത്നം ധരിക്കുന്ന വ്യക്തികള് അവരുടെ ആരോഗ്യം ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചുകൊണ്ടാണ് രത്നം കൂടുതൽ ആവശ്യപ്പെടാൻ. കാരണം എന്തെങ്കിലും അലർജിയുടെ അസുഖങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മനുഷ്യ ശരീരത്തിൽ ഇവരുടെ ഈ സ്കിൻ അലർജിയോ അതുപോലെ അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രത്നം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആളോട് പറയണം. ഒരു നാൾ മാത്രം ശ്രദ്ധിച്ചിട്ട് ഇത് മേടിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഈ ജെംസ്, പ്രീഷ്യസ് ജെംസ് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ലെൻസാണ്, ക്രിസ്റ്റൽ ആകൃതിയിലുള്ള. അതിനെ കട്ട് ചെയ്തിട്ട് ഒരു പോളിഷ് ചെയ്ത് നമുക്ക് കാണാൻ ഭയങ്കര ഭംഗിയിൽ നമുക്ക് തരുന്നു മാത്രമേ ഉള്ളൂ. ഇതിന് നമ്മൾ പ്രതീക്ഷിച്ചാലും വളരെയധികം എനർജി ഉണ്ട്. അതുപോലെ ഈ എനർജി നമുക്ക് കിട്ടും, നമ്മൾ എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്തതെന്നുള്ള ബോധം, ഇത് രണ്ടും കൂടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം ഗുണം ചെയ്യും. നമുക്ക് ഗൃഹപാഠത്തിലെ സമയം പൂർണ്ണമായി. വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. ഇത് വളരെയധികം നന്ദി. ഇന്നത്തെ ഗൃഹപാഠം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവും അതിഥിയുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.